കാപ്പിയും ചായയും കുട്ടികൾക്ക് കൊടുക്കാമോ എന്ന് മാതാപിതാക്കൾ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇതിനുള്ള ഉത്തരം കാപ്പിയും ചായയും കുട്ടികളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും എന്നതാണ്. ചായ, കാപ്പി തുടങ്ങിയ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ കുട്ടികളുടെ പെരുമാറ്റ രീതിയെ ബാധിക്കാൻ ഇടയുണ്ട്. തേയില, കൊക്കോക്കുരു, കാപ്പിക്കുരു ഇവയിലെല്ലാം കഫീൻ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഐസ്ക്രീം, ചില പ്രോട്ടീൻ ഷേക്സ്, എനർജി ബാർസ് എന്നിവയിലും കഫീൻ ചേർക്കാറുണ്ട്. ഒരു സൈക്കോ സ്റ്റിമുലന്റ് ആയിട്ടാണ് കഫീൻ ലോകം മുഴുവൻ ഉപയോഗിച്ചു വരുന്നത്. നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് സൈക്കോസ്റ്റിമുലന്റുകൾ. കഫീൻ കുട്ടികളുടെ ആരോഗ്യത്തിന് ദോഷകരമാണ് എന്നും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണമെന്നും പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. വിവിധ റിസർച്ച് പ്രകാരം 2 കപ്പിൽ കൂടുതൽ ചായയോ കാപ്പിയോ 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നൽകാതിരിക്കുന്നതാണ് നല്ലത്. അമിതമായ അളവിലുള്ള കഫീൻ ഇൻടേക്ക് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനെ ബാധിക്കാനിടയുണ്ട്. കൂടാതെ ഉറക്കമില്ലായ്മ, ശ്രദ്ധക്കുറവ്, അമിതമായ ദേഷ്യം, അസ്വസ്ഥത തുടങ്ങിയവയെല്ലാം കുട്ടികളിൽ കണ്ടുവരികയും ചെയ്യുന്നു. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്. അതുപോലെ തന്നെ അവരുടെ ശരീരഘടനയിലും വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. അതിനാൽ തന്നെ ചില കുട്ടികളെ ഈ ശീലങ്ങൾ ബാധിക്കുകയും എന്നാൽ ചിലരെ ഈ ശീലങ്ങൾ ബാധിക്കാതിരിക്കുകയും ചെയ്യും. ആയതിനാൽ കുട്ടികളുടെ ഭക്ഷണശീലങ്ങളിൽ കഴിവതും ഇനി മുതൽ കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു.